ആട് 3 അങ്ങനെ ആട് 3 റിലീസാവാൻ ഏതാനും ആഴ്ചകൾ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ ആട് 3യുടെ പാർട്ട് 2, അതായത് നമ്മുടെ ആട് സീരീസിൻ്റെ പാർട്ട് 4 ഏകദേശം ഉടനെ തന്നെ കാണും. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. എന്നാൽ പുള്ളി പറഞ്ഞിട്ടുള്ളത് ഗ്രീൻ സിഗ്നൽ, അതായത് പ്രേക്ഷകർ ഇത് ആട് 3 കണ്ടിട്ട് ഗ്രീൻ സിഗ്നൽ തരുവാണെങ്കിൽ ഉടനെ തന്നെ ആട് 4, അതായത് ആട് 3യുടെ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മിനിൻ മാനുവൽ തോമസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും ഭയങ്കര ഒരു ഹൈപ്പ് ആയിരിക്കുന്നു പടത്തിന് ഇപ്പം. മാത്രമല്ല നമുക്കറിയാം ഒരു ക്ലാഷ് ആയിരുന്നു, പാൻ ഇന്ത്യൻ ക്ലാഷ് തന്നെയായിരുന്നു ആട് 3. അപ്പം അതിനകത്തുനിന്ന് ടോക്സിക് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നു, ടോക്സിക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദുരന്തമാണ്. അപ്പം ദുരന്തറിന് നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 150 സ്ക്രീനുകളേ ഉള്ളൂ. എന്നാൽ 300 നമ്മുടെ ആട് 3യുടെ ടോക്സിക്കിൻ്റെയും കണക്ക് സ്ക്രീനിൻ്റെ. അപ്പം ഇപ്പം ടോക്സിക്ക് മാറിയതിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആട് 3ക്ക് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കിട്ടും, ഷോസ് കളിക്കും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ നല്ലൊരു കളക്ഷൻ നേടാൻ നമ്മുടെ ആട് 3ക്ക് സാധിക്കും. അപ്പം എന്തായാലും മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞ പോലെ ഗ്രീൻ സിഗ്നൽ, അതായത് നമ്മൾ പ്രേക്ഷകർ ഗ്രീൻ സിഗ്നൽ നൽകി ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആട് 3യുടെ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല ഒരു പടമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് എന്തായാലും ആട് 1 ആയാലും ആട് 2 ആണെങ്കിലും നമുക്കറിയാം നമ്മുടെ പഴയ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിലൊന്നും വലിയ കോമഡികളാണ്. എന്നാൽ ആട് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പാട്ടും ഫസ്റ്റ് പാർട്ടാണെങ്കിലും സെക്കൻഡ് പാർട്ടാണെങ്കിലും നമുക്ക് റിപ്പീറ്റ് വാല്യൂ തരുന്ന കോമഡീസ് ഉള്ള സിനിമകളായിരുന്നു. അപ്പം ആട് 3 അതുപോലെ ആയിരിക്കട്ടെ. അപ്പോൾ എന്തായാലും മെഗാ വിജയം ആയിരിക്കട്ടെ. അപ്പം എന്തായാലും നമുക്ക് ആട് 3 എന്തായാലും കണ്ടിട്ട് നമുക്ക് ആട് 4 വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.